സെക്ഷൻസ് ഈ ചാപ്റ്റർ 5 ചാപ്റ്റർ 6 ഒഫൻസ് എഗനസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലും കുട്ടികൾക്കും ഉള്ള ഒഫൻസസ് എന്ന് പറയുന്നത് 63 തൊട്ട് 99 BNS ആണ്. എന്ന് പറഞ്ഞാൽ വുമൻസിനെതിരെയും ചൈൽഡിനെതിരെയും നടക്കുന്ന എല്ലാ ഒഫൻസസും 63 to 99 BNS ആണ്. ഭാരതീയ നാഗരിക് സംഹിത. ഇനി ചാപ്റ്റർ 6 ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡിക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒഫൻസസ്, അത് 100 to 146 BNS ആണ്. ചാപ്റ്റർ 5 ചാപ്റ്റർ 6 സെക്ഷൻ അപ്പം ഒഫൻസസ് അഗനസ്റ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും 63 to 99, 63 തൊട്ട് 99. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിക്കുള്ളത് 100 തൊട്ട് 146. സെക്ഷൻസ് ബിഫോർ ചാപ്റ്റർ 5. സെക്ഷൻ 2 ക്ലോസ് 3 എന്ന് പറയുന്നത് പഴയ IPC ഇല്ല. എ ചൈൽഡ് അണ്ടർ 18 years. ചൈൽഡ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ BNS, നോട്ട് ഇൻ IPC. IPCയിൽ ചൈൽഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല. സെക്ഷൻ 211 എന്ന് പറയുന്നത് ഗുഡ് ഫെയ്ത്ത്. സെക്ഷൻ 214 എന്ന് പറയുന്നത് സെക്ഷൻ 44 ഇഞ്ചുറി. നമ്മുടെ പഴയ സെക്ഷൻ 44-ന് ഇഞ്ചുറീന് നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞു. ആ ഡെഫിനിഷൻ മാറി ഇപ്പോൾ IPC സെക്ഷൻ 44-ന് പകരം ഇപ്പോൾ ഉള്ളത് സെക്ഷൻ 214. ഇനി സെക്ഷൻ 223 എന്ന് പറയുന്നത് പഴയ സെക്ഷൻ 51 IPC സെക്ഷൻ 23 ഓത്ത്. സെക്ഷൻ 224 എന്ന് പറയുന്നത് ഒഫൻസ്, പഴയ സെക്ഷൻ 40. സെക്ഷൻ 4 സെക്ഷൻ 53 IPC പഴയത് പണിഷ്മെൻറ്റ്. കമ്മ്യൂണിറ്റി സർവീസ് ഹാസ് ബീൻ ആഡഡ് ഓൾസോ. അപ്പം ഇപ്പോഴത്തെ ഇഞ്ചുറി ഡെഫിനിഷൻ വരുന്നത് സെക്ഷൻ 214 ഓത്ത്. സെക്ഷൻ 223 ഓത്ത് എന്ന് പറയുന്നത് സെക്ഷൻ 223. ഇഞ്ചുറി സെക്ഷൻ 14 ഓത്ത് സെക്ഷൻ 223. ഒഫൻസ് സെക്ഷൻ 224. ഇഞ്ചുറി സെക്ഷൻ 214 ഓത്ത് സെക്ഷൻ 223. ഒഫൻസസ് സെക്ഷൻ 224. ഇനി സെക്ഷൻ 20 എന്ന് പറയുന്നത് ആക്ട് ഓഫ് എ ചൈൽഡ് ലെസ് ദാൻ 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന ആക്ട്, സെക്ഷൻ 20. സെക്ഷൻ 21 ആക്ട് ഓഫ് എ ചൈൽഡ് 7 to 12 years, സെക്ഷൻ 21. സെക്ഷൻ 22 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതാണ് സെക്ഷൻ 22. സെക്ഷൻ ഇൻ ചാപ്റ്റർ 5 ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 63 to 99 BNSS. സെക്ഷൽ ഒഫൻസസ് സെക്ഷൻ 63 to 73. സെക്ഷൽ ഒഫൻസസ് വരുന്നത് സെക്ഷൻ 63 to 73. ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമൺ ആണെങ്കിൽ അത് സെക്ഷൻ 74 തൊട്ട് 79 വരെയാണ്. ക്രിമിനൽ ഫോഴ്സസ് ആൻഡ് സെക്ഷൽ അസോൾട്ട് എഗനസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള ക്രിമിനൽ ഫോഴ്സും അതുപോലെ തന്നെ അസോൾട്ടും ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 74 തൊട്ട് 79 ആണ്. ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരിയേജ്, കല്യാണം, സെക്ഷൻ 80 to 87. സെക്ഷൻ 80 to 87. എന്നാൽ സെക്ഷൻ മിസ്കാരിയേജോ 88 to 92. ഒഫൻസ് അഗൈൻസ്റ്റ് ചൈൽഡോ സെക്ഷൻ 93 to 99. അപ്പോൾ സെക്ഷൽ ഒഫൻസസ് 63 to 73, 63 തൊട്ട് 73 വരെ സെക്ഷൽ ഒഫൻസസ്. ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമണോ സെക്ഷൻ 74 to 79. ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരിയേജോ സെക്ഷൻ 18 to 87. മിസ്കാരിയേജ് 88 to 92. അഗൈൻസ്റ്റ് ചൈൽഡ് 93 to 99. സെക്ഷൻ 63 ആണ് റേപ്പ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് ആക്ട് ബൈ എ മാൻ വിത്ത് ഹിസ് ഓൺ വൈഫ് മോർ ദാൻ 18 years ഈസ് നോട്ട് റേപ്പ്. പ്രീവിയസ്ലി 15 to 18.
സെക്ഷൻ 64 എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ റേപ്പാണ്. ഡെഫിനിഷൻ വരുന്നത് സെക്ഷൻ 63 ആണെങ്കിൽ സെക്ഷൻ 64 BNS ആണ് പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് പറയുന്നത്. സെക്ഷൻ 65 പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഇൻ സേർട്ടൺ കേസസ്. അതെന്താണ് ഈ സേർട്ടൺ കേസസ്? വുമൺ ലെസ് ദാൻ 16 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണെങ്കിൽ റിഗ്രസ് ഇംപ്രിസൺമെൻറ്റ്, അത് 20 വർഷത്തിൽ കൂടുതൽ ആൻഡ് ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, അവൻ ജീവപര്യന്തം 16 വയസ്സിൽ താഴെയാണെങ്കിൽ. എന്നാൽ 12 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷവും തടവ് ശിക്ഷയും ലൈഫ് ഇംപ്രിസൺമെൻറ്റും ചിലപ്പോൾ ഡെത്തും സംഭവിക്കാം. അതാണ് സെക്ഷൻ 63 റേപ്പ്, 64 പണിഷ്മെൻറ്റ് ഫോർ റേപ്പ്, 65 സർട്ടൺ കേസസ്. അതിൻ്റെ അകത്ത് ലെസ് ദാൻ 16 അകത്തുള്ളത്, ലെസ് ദാൻ 12 അകത്തുള്ളത്. ഇനി സെക്ഷൻ 66 പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത്. അങ്ങനെ റേപ്പ് ചെയ്ത് അവിടെ മരണമോ പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ വല്ലതും വരികയാണെങ്കിൽ റിഗറസ് ഇംപ്രസ്മെൻറ്റ് മോർ ദാൻ 20 ഇയർ എന്ന് പറഞ്ഞാൽ ലൈഫ് ഇംപ്രസ്മെൻറ്റോ ഡെത്ത് സംഭവം. അപ്പം ഈ മരണശിക്ഷ കൊടുക്കുന്നത് ലെസ് ദാൻ 12. അതുപോലെ തന്നെ ഈ റേപ്പ് ചെയ്ത വ്യക്തി സെക്ഷൻ 66 പറയുന്നു പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത് ഓർ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ മോർ ദാൻ 20 ഇയറും ഡെത്തും അവർക്ക് കൊടുക്കും. അപ്പോൾ സെക്ഷൻ 63 റേപ്പ്, 64 പണിഷ്മെൻറ്റ്, 65 സർട്ടൺ കേസസ് പറഞ്ഞു ലെസ് ദാൻ 16 ഇയർ, ലെസ് ദാൻ 12 ഇയർ. സെക്ഷൻ 66 പറയുന്നു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്തത് സെക്ഷൻ 67 സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ ഹസ്ബൻഡ്. ഒരു ഹസ്ബൻഡ് വൈഫിന് ഡിവോഴ്സ് ചെയ്തു, ഡ്യൂറിങ് സെപ്പറേഷനിൽ അവരെ റേപ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ പറയുന്നത് 67 67 സെക്ഷൻ 67. എന്നാൽ സെക്ഷൻ 68 എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. ഒരു അതോറിറ്റിയിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഡോക്ടറാവാം, അല്ലെങ്കിൽ റിലീജിയസ് ഉള്ള നമ്മുടെ അച്ഛന്മാരാകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം. അങ്ങനെയാണ് 68 67 എന്ന് പറയുന്നത് ഹസ്ബൻഡോ സെപ്പറേറ്റ് ചെയ്ത് അത് 67, 68 എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഇൻ അതോറിറ്റി. 69 എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡെസിറ്റ്ഫുൾ മീൻസ്. പണിഷ്മെൻറ്റ് 10 വർഷമാണ്, 10 വർഷം. ആഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്. 70 എന്ന് പറയുന്നത് ഗ്യാങ് റേപ്പാണ്. ഇതിൻ്റെ അകത്ത് മോർ ദാൻ 18 ഇയർ ആണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഗ്രസ് ഇംപ്രസ്മെൻറ്റ്, 20 വർഷത്തിൽ കൂടുതൽ. അതുപോലെ തന്നെ ലൈഫ് ഇംപ്രസ്മെൻറ്റ്. ലെസ് ദാൻ 18 ആണെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റോ മരണശിക്ഷയോ കൊടുക്കാം. എങ്ങനെ? 67 ഹസ്ബൻഡ്, 68 പേഴ്സൺ ഇൻ അതോറിറ്റി. സെക്ഷൻ 69 സെക്ഷൽ ഇൻ്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡെസിറ്റ്ഫുൾ മീൻസ്. സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്. സെക്ഷൻ 71 പറയുന്നത് പണിഷ്മെൻറ്റ് ഓർ റിപ്പീറ്റർ ഒഫൻഡർ. റിപ്പീറ്ററായിട്ട് അവർ ഒഫൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇത് കൊടുക്കുവാണെങ്കിൽ 64, 65, 66, 67 70. 64 എന്താണ് പണിഷ്മെൻറ്റ്. 65 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർട്ടൺ കേസസ് നമ്മൾ പറഞ്ഞു. സെക്ഷൻ 66 നമ്മൾ പറഞ്ഞു എന്താണ്? പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ ഡെത്തിലേക്കോ ഈ പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് ഡെത്തും കൊടുക്കാം. ഇനി സെക്ഷൻ 72 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് എ വിക്ടിം ഓഫ് സർട്ടൺ ഒഫൻസസ്. പണിഷ്മെൻറ്റ് 2 വർഷം. എന്ന് പറഞ്ഞാൽ ആ റേപ്പ് ചെയ്ത വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി പൊതു ഇടങ്ങളിൽ ഡിസ്ക്ലോഷർ ചെയ്യുവാണെങ്കിൽ അതിന് 2 വർഷമാണ് അതിൻ്റെ ശിക്ഷ. സെക്ഷൻ 72 കൊൽക്കത്ത റേപ്പ് മർഡർ കേസുകളിൽ സുപ്രീം കോർട്ട് ആസ് വെൽ ആസ് ഹൈക്കോർട്ട് ഓർഡേഡ് റിമൂവൽ ഓഫ് നെയിം, ഫോട്ടോസ് ആൻഡ് വീഡിയോ ഓഫ് വിക്ടിം ഫ്രം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊൽക്കത്ത നമ്മുടെ റീസെൻ്റായിട്ട് കൊൽക്കത്തയിൽ നടന്ന ആ റേപ്പ് കേസിൽ ആ കുട്ടിയുടെ ഫോട്ടോ, പേര്, വീഡിയോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ 72 അനുസരിച്ച് 2 വർഷം തടവ് കിട്ടും. സെക്ഷൻ 73 ആണെങ്കിലോ പ്രിൻറ്റിങ് ഓഫ് പബ്ലിഷിംഗ് എനി മാറ്റർ റിലേറ്റിംഗ് ടു കോർട്ട് പ്രൊസീഡിങ്സ് വിത്തൗട്ട് പെർമിഷൻ. എന്തെങ്കിലും നമ്മുടെ ഈ കോർട്ട് പ്രൊസീജിയറിലുള്ള എന്തെങ്കിലും ഒരു മാറ്റർ
പ്രിൻ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ 2 വർഷം തടവാണ്. അതും സെക്ഷൻ 73 വരും. അടുത്തെന്ന് പറയുന്നത് ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമൺ 74 തൊട്ട് 79. 74 എന്ന് പറയുന്നത് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. അവളുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമൺ എന്ന് പറയുന്നത് 74 തൊട്ട് 79 ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഇവരുടെ മോഡസ്റ്റി, ഇവരുടെ എന്താണ് ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ത്രീയുടെ കളങ്കപ്പെടുത്തോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫോഴ്സിൽ അസോൾട്ടോ ക്രിമിനൽ ഫോഴ്സോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 1 to 5 year ആണ് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. സെക്ഷൽ ഹരാസ്മെൻറ്റ് 74 ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. 75 എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ്. 76 അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ് ഓർ കമ്പലിങ് ഹെർ ടു ബി നേക്കഡ്. അവളെ നഗ്നയാക്കി അസോൾട്ടോ ക്രിമിനൽ ഫോഴ്സ് വഴിയായിട്ടോ അങ്ങനെ നഗ്നയാക്കുവാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് 3 തൊട്ട് 7 വർഷം വരെ തടവായിരിക്കും. 76 പ്രകാരം 74 തൊട്ട് 79 വരെ വരുന്നത് എന്താണ്? ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് അഗൈൻസ്റ്റ് വുമണിനെതിരായിട്ടുള്ള, സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അസോൾട്ട്, പീഡനം, അതിൻ്റെ അകത്ത് പറയുന്നത് 75 സെക്ഷൽ ഹരാസ്മെൻ്റ് ആണെങ്കിൽ 74 ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. 76 എന്ന് പറയുന്നത് വിത്ത് ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ് ഓർ കമ്പലിങ് ഹെർ ടു ബി നേക്കഡ് എന്ന് പറഞ്ഞു. 76 The section 76 has been made gender neutral. 354 of BSc only man used to be accused എന്ന് പറഞ്ഞായിരുന്നു. ഇനി സെക്ഷൻ 77 പഴയ വോയേഴ്സം has been made gender neutral. In 354C only men used to be accused. വോയേഴ്സം എന്ന് പറഞ്ഞാൽ എന്താണ് എത്തിനോട്ടം, എന്താണ് ഒരാളുടെ അത് എന്താണ് റൂമിൽ ഒളിച്ചു നോക്കുക, അതിനെ 77 എന്ന് പറയുന്നത്. 77 സെക്ഷൻ വോയേഴ്സം. ഇനി പുറകെ നടക്കുക 78 സെക്ഷൻ 78 പഴയ 354D. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ തവണ സ്റ്റോക്കിങ്ങിന് പിടിപെട്ടാൽ 1 വർഷം, 3 വർഷം തടവ് കേട്ടോ, 3 വർഷം. രണ്ടാമത് വട്ടവും ചെയ്യുവാണെങ്കിൽ 5 വർഷം. സെക്ഷൻ 79 എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വേർഡോ ഒരു വാക്കോ എന്തെങ്കിലും ഒരു ഗസ്റ്ററോ ഓർ ആക്ട് ഇൻറ്റൻറ്റഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ ചെയ്യുവാണെങ്കിൽ 3 വർഷമായിരിക്കും അവൻ്റെ തടവ് ശിക്ഷ. 78 സ്റ്റോക്കിംഗ്, 79 വേർഡ്, ഗസ്റ്റർ ഓർ ആക്ട് ഇൻറ്റൻറ്റഡ് ടു ഇൻസൾട്ട് മോഡസ്റ്റി ഓഫ് എ വുമൺ. ഇനി ഒഫൻസസ് റിലേറ്റിംഗ് ടു മാരേജ് സെക്ഷൻ 80 ഡൗറിയിടത്ത് 80 പഴയ 304B മാറ്റി ഇവിടെ സെക്ഷൻ 80 എന്ത് ഡൗറിയിടത്ത് 7 വർഷവും ലൈഫ് ഇംപ്രിസ്മെൻറ്റും. സെക്ഷൻ 81 കോഹാബിറ്റേഷൻ ഒഫൻസ് റിലേറ്റിംഗ് ടു മാരേജ് നമ്മൾ പറഞ്ഞു 80 തൊട്ട് 87 വരെ ഉള്ളതാണ്. 82 എന്ന് പറയുന്നത് മാരിങ് അഗെയിൻ ഡ്യൂറിങ് ലൈഫ് ടൈം ഹസ്ബൻഡ് ഓർ വൈഫ്. 85 പറയുന്ന ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് എ ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജക്റ്റിംഗ് ഹെർ ടു ക്രൂവലിറ്റി. എന്തെങ്കിലും ക്രൂവലിറ്റിയോ കാര്യങ്ങളോ വരുവാണെങ്കിൽ സെക്ഷൻ 85 വരും. 85 ക്രൂവലിറ്റി ഡിഫൈൻഡ് ഫോർ സെക്ഷൻ 85. സെക്ഷൻ 86 സെക്ഷൻ 87 വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കിഡ്നാപ്പിങ്ങോ അബ്ഡക്റ്റിങ്ങോ ഇൻഡ്യൂസിങ് എ വുമൺ ടു കമ്പൽ ഹെർ മാരി, കല്യാണം കഴിക്കാൻ വേണ്ടി അവരെ തട്ടിക്കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ സെക്ഷൻ 87. സെക്ഷൻ 88 എന്ന് പറയുന്നത് മിസ്കാരേജ് തന്നെയാണ്. 88 to 92 എന്ന് പറയുന്നത് മിസ്കാരേജിനെ കുറിച്ചുള്ള സെക്ഷനാണ്. ഇതിനകത്ത് പറയാനുള്ളത് സെക്ഷൻ 88 എന്ന് പറയുന്നത് കോസിങ് മിസ്കാരേജ് വിത്ത് വുമൺസ് കൺസെൻറ്റ്, സ്ത്രീകളുടെ കൺസെൻറ്റോടുകൂടി അബോർഷൻ സംഭവിക്കുകയാണ് സെക്ഷൻ 88. വിത്തൗട്ട് കൺസെൻ്റ് ആണെങ്കിലോ സെക്ഷൻ 89. ഇനി സെക്ഷൻ 90 ആണെങ്കിലോ ഡെത്ത് കോസ്ഡ് ബൈ ആൻ ആക്ട് വിത്ത് ഇൻറ്റൻറ്റ് ടു
കോസ് ഹെർ മാരേജ്, കോസ് മിസ്കാരിയേജ് എന്ന് പറഞ്ഞാൽ ഡെത്ത് കോസ് ബൈ ആക്ട് ടു ഇൻറ്റൻറ്റ്, അബോർഷൻ നടത്താൻ വേണ്ടി ചെയ്ത പണിയാണ് ഡെത്ത്, അതുവഴി മരണം സംഭവിച്ചു. വിത്ത് ഇൻറ്റൻറ്റ് ടു അബോർഷൻ ചെയ്യാൻ വേണ്ടി, അതിനെ 90 പറയും. പിന്നെ 91 ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് എ ചൈൽഡ് ബീങ് ബോൺ എലൈവ് ഓർ ടു കോസ് ഇറ്റ് ടു ഡൈ ആഫ്റ്റർ ബർത്ത്. സെക്ഷൻ 92 പറയുന്നത് കോസിങ് ഡെത്ത് ഓഫ് എ ക്വിക്ക് അൺബോൺ ചൈൽഡ് ബൈ ആക്ടിങ് എമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. സോ സെക്ഷൻ 88 to 92 അറിഞ്ഞിരിക്കണം. കോസിങ് മിസ്കാരിയേജ് വിത്ത് അവരുടെ അമ്മയുടെ കൺസെൻറ്റോടുകൂടി 88, വിത്ത് കൺസെൻറ്റ് ഇല്ലാതെ 89. ഡെത്ത് കോസ്ഡ് ബൈ ആൻ ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് മാരേജ്, കൊല്ലാൻ വേണ്ടി ഡെത്ത് കോസ്ഡ് ബൈ ആൻ ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു, അബോർഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മരണം സംഭവിക്കുകയാണെങ്കിൽ സെക്ഷൻ 90 പ്രകാരം, സെക്ഷൻ 91 ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് ചൈൽഡ്, ഈ കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്ട് പ്രിവെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ആക്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ടു കോസ് ടു ഡൈ ആഫ്റ്റർ ബർത്ത്, ആ കുട്ടി മരിക്കുകയാണെങ്കിൽ സെക്ഷൻ 91. അടുത്തത് 92 എന്ന് പറയുന്നത് കോസിങ് ഡെത്ത് ഓഫ് ക്വിക്ക് അൺബോൺ ചൈൽഡ് ബൈ ആക്ട് എമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് പോകും സെക്ഷൻ 92. ഇനി ഒഫൻസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ സെക്ഷൻ 93 മുതൽ 99 വരെ കുട്ടികൾക്കെതിരെയുള്ള ഒഫൻസസ് ആണ് സെക്ഷൻ 93 to 99. സെക്ഷൻ 93 എന്ന് പറയുന്നത് എക്സ്പോഷർ ആൻഡ് അബാൻഡ്മെൻറ്റ് ഓഫ് ചൈൽഡ് അണ്ടർ 12 ഇയർ. അതുപോലെ തന്നെ 94 എന്ന് പറഞ്ഞാൽ കൺസീൽമെൻറ്റ് ഓഫ് ബർത്ത് ബൈ സീക്രട്ട് ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡി. ഈ കൺസീൽമെൻറ്റ്, ഈ ബർത്ത് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഡെഡ് ബോഡി എവിടെയെങ്കിലും ഒളിപ്പിക്കുവാണെങ്കിൽ അത് 94. ഇനി ഉപേക്ഷിക്കുവാണെങ്കിലോ 93, അണ്ടർ 12 ഇയർ. 95 ഹിയറിങ്, എംപ്ലോയിങ് ഓർ എൻഗേജിങ് എ ചൈൽഡ് ടു കമ്മിറ്റ് ഓഫ് ആൻ ഒഫൻസ്. ഒരു കുട്ടിയെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ജോലി എടുപ്പിക്കുവാണെങ്കിൽ 95 വരും. പ്രോക്കുറേഷൻ ഓഫ് ചൈൽഡ് സെക്ഷൻ 96. 97 കിഡ്നാപ്പിങ്ങോ അബ്ഡക്റ്റിങ്ങോ ചൈൽഡ് അണ്ടർ 10 ഇയർ വിത്ത് ഇൻറ്റൻറ്റ് ടു സ്റ്റീൽ ഫ്രം ഇറ്റ്സ് പേഴ്സൺ. കുട്ടിയെ തട്ടിക്കൊണ്ട് പോവുകയോ എന്ന് പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ തട്ടിക്കൊണ്ട് പോയോ എന്തെങ്കിലും ചെയ്യും 197. സെക്ഷൻ 98 പറയുന്നത് കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂഷന് കൊടുക്കുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ 98 വരും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ വിൽക്കുകയാണെങ്കിലോ ഫോർ ദ പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ 99. ഇനി സെക്ഷൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി 100 തൊട്ട് 146 വരെ. ഒഫൻസസ് അഫക്റ്റിംഗ് ലൈഫ് 100 to 113. ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട് 114 തൊട്ട് 125 വരെ. റോങ് ഫുൾ റീസ്ട്രെയിൻ ആൻഡ് റോങ് ഫുൾ കൺഫൈൻമെൻറ്റ് സെക്ഷൻ 126 തൊട്ട് 127 വരെ. ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് സെക്ഷൻ 128 to 136. കിഡ്നാപ്പിങ്ങോ അബ്ഡക്റ്റിങ്ങോ സ്ലേവറിയോ ഫോഴ്സ്ഡ് ലേബറോ ഒക്കെ ആണെങ്കിൽ സെക്ഷൻ 137 തൊട്ട് 146. ഒഫൻസ് അഫക്റ്റിംഗ് ലൈഫ് സെക്ഷൻ 100 to 113. 44123. 4 സെക്ഷനാണ് റിലേറ്റഡ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. സെക്ഷൻ 100 എന്ന് പറഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. സെക്ഷൻ 102 എന്ന് പറയുന്നത് കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിങ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ദ പേഴ്സൺ ഹൂസ് ഡെത്ത് വാസ് ഇൻറ്റൻഡ്. അത് സെക്ഷൻ 102. സെക്ഷൻ 105 എന്ന് പറയുന്നത് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. പണിഷ്മെൻറ്റ് ഫോർ എ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മരണപ്പെട്ടു പോയി, അത് 105. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് ആണെങ്കിലും സെക്ഷൻ 1110. ഓക്കെ. ഇനി 4 സെക്ഷൻ റിലേറ്റ് ടു മർഡർ. 1 എന്ന് പറയുന്നത് മർഡറാണ്. 3 എന്ന് പറയുന്നത് അതിൻ്റെ പണിഷ്മെൻ്റ് ആണ്. സബ്സെക്ഷൻ മോബ് ലിഞ്ചിങ് ഹാസ് ബീൻ ആഡഡ്.
സെക്ഷൻ 104 എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ മർഡർ ബൈ ലൈഫ് കൺവിക്റ്റ്. സെക്ഷൻ 109 എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ടു മർഡർ. ഇനിയും നെഗ്ലിജൻസ് വഴി ഒഫൻസ് അഫക്റ്റിംഗ് ദ ലൈഫ് സെക്ഷൻ 100 തൊട്ട് 113. One section related to causing death by negligence. 106 causing death by negligence. Whoever causes death of any person by rash or negligent act not amounting to culpable homicide 5 വർഷവും ഫൈനുമാണ്. In case of a death by negligence of a doctor, ഒരു ഡോക്ടറിൻ്റെ നെഗ്ലിജൻസ് വഴിയാണ് വൈൽ പെർഫോമിംഗ് മെഡിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ 2 വർഷം തടവും ഫൈനുമുണ്ട്. Whoever causes death by rash and negligent ഡ്രൈവിംഗ് ഓഫ് എ വെഹിക്കിൾ നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ്. റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ്, സ്പീഡായിട്ട് വണ്ടി ഓടിച്ചു പക്ഷേ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതല്ല. എസ്കേപ്സ് വിത്തൗട്ട് റിപ്പോർട്ടിംഗ് ടു പോലീസ് ഓഫീസർ ഓർ മജിസ്ട്രേറ്റ് സൂൺ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ് ആണെങ്കിൽ 10 വർഷവും ഫൈനുമാണ്. ഹൂവർ കോസസ് ഡെത്ത് ബൈ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് ഓഫ് വെഹിക്കിൾ നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ് എസ്കേപ്പ് വിത്തൗട്ട് റിപ്പോർട്ടിംഗ് അത് പോലീസ് ഓഫീസിനെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെയാണെങ്കിൽ 10 വർഷവും തടവും ഫൈനുമാണ്. സെക്ഷൻ 107 എന്ന് പറയുന്നത് 2 സെക്ഷനാണ് റിലേറ്റഡ് ടു അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്. അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഓർ ഡെലീറിയസ് ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ഒരാളെയോ ഒരു കുഞ്ഞിനെയോ അൺസൗണ്ട് മൈൻഡ്, അവർക്ക് എന്തെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂയോ കാര്യങ്ങളോ ഉണ്ടോ, അവർ ഡെലീറിയസ് ആണ്, ഓർ അവരെ ഇൻടോക്സിക്കേറ്റഡ് ആണ്, കള്ളുകുടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ സൂയിസൈഡിനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ളതാണെങ്കിൽ സെക്ഷൻ 107. സെക്ഷൻ 108 അബറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്. സെക്ഷൻ 309 IPC ഇപ്പോൾ ഇല്ല. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രേരണയല്ല, സ്വയം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഇപ്പോൾ ഒരു അക്കോർഡിംഗ് ടു സെക്ഷൻ 309 IPC അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് പണിഷബിൾ അല്ല. ഇനി അടുത്തത് സെക്ഷൻ 226 ഓഫ് BNS അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബൈ കമ്പൽ ഓർ റീസ്ട്രെയിൻ എക്സസൈസ് ഓഫ് ലോഫുൾ പവർ. എന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഇപ്പോൾ ഒരു ഓഫീസിൽ കയറി, ഗവൺമെൻറ് ഓഫീസിലോ കയറി അവരുടെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്തെങ്കിലും ആവശ്യം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് പണിഷ്മെൻ്റ് ആണ് 226 BNS പ്രകാരം. അക്കോർഡിംഗ് ടു സെക്ഷൻ 115 ഓഫ് മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം 2003 പ്രകാരം അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് പണിഷ്മെൻ്റ് ഉള്ളതല്ല. 109 IPC ഇപ്പോൾ ഇല്ല. അടുത്തത് ഹർട്ട്, ഗ്രീവിയസ് ഹർട്ട് 114 തൊട്ട് 125. 114 ഹർട്ടാണെങ്കിൽ 115 വോളണ്ടറിലി കോസിങ് ഹർട്ടാണ്. 116 എന്ന് പറഞ്ഞാൽ ഗ്രീവിയസ് ഹർട്ടാണെങ്കിൽ 117 വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ടാണ്. 114 തൊട്ട് 115, 116, 117 ഹർട്ട്. 116 ഗ്രീവിയസ് ഹർട്ട്. നമ്മുടെ എമാസ്കുലേഷൻ, പെർമനൻറ്റ് പ്രൈവേഷൻ ഓഫ് സൈറ്റ് ഓഫ് ഏതർ ഐ, പെർമനൻറ്റ് പ്രൈവേഷൻ ഓഫ് ഹിയറിംഗ് ഓഫ് ഏതർ ഇയർ, പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻറ്റ്, ഡിസ്ട്രക്ഷൻ ഓർ പെർമനൻറ്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവർ ഓഫ് എനി മെമ്പർ ഓർ ജോയിൻറ്റ്, പെർമനൻറ്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ഹെഡ് ഓർ ഫേസ്, fracture or dislocation of the bone or tooth, any hurt which endangers the life and causes the sufferer to be the during the space of 15 days in a severe bodily pain or unable to follow his ordinary pursuits. അതാണ് ഗ്രീവിയസ് ഹർട്ട്. അത് സെക്ഷൻ 116 116. വോളണ്ടറി കോസിങ് ഗ്രീവിയസ് ഹർട്ട് 117. ഗ്രീവിയസ് ഹർട്ട് നേരത്തെ 8 ക്ലോസ് ഹാവ് സെയിം ബട്ട് നമ്പറിംഗ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. പണ്ട് 20 ആണെങ്കിൽ 15 ഉള്ളൂ. വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹർട്ട് 117 നമുക്ക് പറഞ്ഞു. വോളണ്ടറി കോസിങ് ഗ്രീവിയസ് ഹർട്ട് സബ്സെക്ഷൻ ഉണ്ട്, 7 വർഷവും ഫൈൻ. ഇനിയും 10 വർഷവും ലൈഫ് ഇംപ്രസൺമെൻറ്റുമാണ് ഇഫ് പെർമനൻറ്റ് ഡിസബിലിറ്റി ഓർ പെർമനൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ. ഇനിയും സെക്ഷൻ 4 പറയുന്നത് 7 വർഷവും ഫൈനുമാണ് ഫോർ ഈച്ച് മെമ്പർ ഇഫ് എ ഗ്രൂപ്പ് ഓഫ് മോർ ദാൻ 5 പേഴ്സൺ ആക്ടിങ് ഇൻ കൺസേർട്ട് കമ്മിറ്റ് മർഡർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് സെക്സ്, ആണും പെണ്ണും എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും റേസോ കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ പ്ലേസ് ഓഫ് ബർത്തോ ലാംഗ്വേജോ പേഴ്സണൽ ബിലീവ്സിലോ. ഓക്കെ.
അടുത്തത് സെക്ഷൻ 118 എന്ന് പറയുന്നത് വോളണ്ടറി കോസിങ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺ ഓർ മീൻസ് 3 വർഷം തടവും ഫൈന് 20,000 റുപ്പീസാണ് കേട്ടോ. ഒരു ആനിമൽ ബൈറ്റോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വോളണ്ടറി കൊണ്ട് ഡേഞ്ചറസ് വെപ്പൺ കൊണ്ടൊക്കെ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ 3 വർഷവും തടവും 20,000 രൂപയുമാണ്. 20,000 രൂപ. എന്നാൽ സെക്ഷൻ 119 വോളണ്ടറി കോസിങ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹർട്ട് ടു എക്സോർട്ട് പ്രോപ്പർട്ടി 120 വോളണ്ടറി കോസിങ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹർട്ട് ടു എക്സോർട്ട് കൺഫഷൻ. 121 വോളണ്ടറി കോസിങ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹർട്ട് ബൈ ടു ഡെറ്റർ പബ്ലിക് സെർവൻറ്റ് ഫ്രം ഹിസ് ഡ്യൂട്ടി. 122 വോളണ്ടറി കോസിങ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹർട്ട് ഓൺ പ്രൊവോക്കേഷൻ. 123 വോളണ്ടറി കോസിങ് ഹർട്ട് ബൈ മീൻസ് ഓഫ് പോയിസൺ. ഇനി 124 ബിഎൻഎസ് വോളണ്ടറി കോസിങ് ഗ്രീവിയസ് ബ്ലഡ് ബൈ യൂസ് ഓഫ് ആസിഡ് അറ്റാക്ക് പഴയ 326A 326B. ഇത് സെക്ഷൻ 124 ഹൂവർ ആരെങ്കിലും വോളണ്ടറി കോസിങ് ഗ്രീവിയസ് ഹർട്ട് ബൈ ത്രോയിങ് ആസിഡ് ഓർ ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ആസിഡ് ആണെങ്കിൽ 10 വർഷം തടവും ലൈഫ് ഇംപ്രസ്മെൻറ്റുമാണ്, ഫൈനും ഉണ്ട്. 124 സെക്ഷൻ 2 BNS എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തിയോ എന്ന് പറഞ്ഞാൽ ആസിഡ് ഒരാളുടെ ദേഹത്ത് ഒഴിക്കുകയോ അറ്റംപ്റ്റ് ടു അഡ്മിനിസ്റ്റർ ആസിഡ് ടു എനി പേഴ്സൺ വിത്ത് ഇൻറ്റൻറ്റ് ഓഫ് കോസിങ് ഗ്രീവിയസ് ഹർട്ട് മനഃപൂർവ്വമായിട്ട് വേണമെങ്കിൽ 5 വർഷവും 5 തൊട്ട് 7 വർഷവും തടവുമാണ്. ഓക്കെ, പിന്നെ ഫൈനും ഉണ്ടാവും. ഇനിയും സെക്ഷൻ 125 എന്ന് പറയുന്നത് ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ഓഫ് അതേഴ്സ്. സെക്ഷൻ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 3 മാസം തടവും ഫൈനുമാണ്. 25,000 റുപ്പീസ്. 6 മാസവും 5,000 രൂപ. ആക്ട് എൻഡേഞ്ചറിങ് ലൈഫ് ഓർ പേഴ്സണൽ സേഫ്റ്റി ടു അതേഴ്സ് ആണെങ്കിൽ 2,500 രൂപയാണ്. 3 മാസമാണ് തടവ്. 6 മാസം തടവും 5,000 രൂപയാണ്. ഹർട്ടീസ് കോസ് ഹർട്ട് വല്ലതും ആയിക്കഴിഞ്ഞാൽ 6 മാസവും തടവും 3 വർഷവും ഫൈനും 10,000 രൂപയാണ് ഈ ഗ്രീവിയസ് ഹർട്ടീസ് കോസ് ചെയ്ത. ഇനി അടുത്തത് സെക്ഷൻ 200 പണിഷ്മെൻറ്റ് ഫോർ എ നോൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിക്ടിം ഓഫ് സെക്ഷൽ ഒഫൻസസ് ആൻഡ് ഓർ വിട്രിയോളേജ്. എന്തെങ്കിലും റേപ്പോ കാര്യങ്ങളോ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ ആ വിക്ടിമിനെ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ അത് സെക്ഷൻ 200 അതുപോലെ വിട്രിയോളജിനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ അത് സെക്ഷൻ 200 അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 1 വർഷം തടവും ഫൈനും ഒക്കെയാണ്. സെക്ഷൻ 208 നോൺ അറ്റൻഡൻസ് ഇൻ ഒബീഡിയൻസ് ടു ഓർഡർ ഫ്രം പബ്ലിക് സെർവൻറ്റ്. സമൻസ് നമ്മളൊരു സമൻസ് അയച്ചിട്ട് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അതിനെ 1 മാസം തടവും 5,000 രൂപയുമാണ്. അത് 208 അറ്റൻഡൻസ് സമൻ അയച്ചിട്ട് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ. സെക്ഷൻ 226 എന്ന് പറയുന്ന അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ടു കമ്പൽ ഓർ റീസ്ട്രെയിൻ എക്സസൈസ് ഓഫ് ലോഫുൾ പവർ. 1 വർഷം തടവും ഫൈനുമാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം പെർജൂറി എന്ന് പറയുന്ന സെക്ഷൻ 227. ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് 228. സെക്ഷൻ 229 എന്ന് പറയുന്ന പണിഷ്മെൻറ്റ് ഓഫ് ഗിവിംഗ് ഫോൾസ് എവിഡൻസ് ഓർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് 7 വർഷം തടവും ഫൈന് 10,000 രൂപയുമാണ്. അതുപോലെ തന്നെ 234 എന്ന് പറയുന്നത് ഫോൾസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പണിഷ്മെൻറ്റ് ഈസ് അണ്ടർ 229 BNS 7 വർഷം തടവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എവിഡൻസ് ഡിസപ്പിയർ ആയി പോയി കഴിഞ്ഞാൽ 238 നെഗ്ലിജൻറ്റ് കണ്ടക്ട് വിത്ത് റെസ്പെക്ട് ടു പോയിസണസ് സബ്സ്റ്റൻസ് 286 301 ട്രസ്പാസിങ് ഓൺ ബറിയൽ പ്ലേസസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നെക്രോഫീലിയ കേട്ടോ. 1 വർഷം തടവും ഫൈനും ഒക്കെ ഉണ്ട്. മിസ്കണ്ടക്ട് ഇൻ പബ്ലിക് ബൈ എ ഡ്രങ്ക് പേഴ്സൺ അത് സെക്ഷൻ 355 IPC BNS. ഇനി BNSS. താങ്ക് യു.